പ്രണയസഖി ഭാഗം 26. ഇന്ന് ആ ലേഡി പറഞ്ഞത് സത്യമാണ്. ഐ എം എ ഡോക്ടർ, എ പ്രൊഫഷണൽ ഗൈനക്കോളജിസ്റ്റ്. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ. അന്ന് നമ്മൾ പോയില്ലേ, അതാണ് എൻ്റെ വീട്, കളപ്പുരയ്ക്കൽ. അച്ഛൻ മോഹൻ, അമ്മ രേഖ. അവർക്കാകെയുള്ളൊരു മകൻ, അതാണ് ഈ ഞാൻ, കളപ്പുരയ്ക്കൽ തറവാടിൻ്റെ അടുത്ത അവകാശി. എല്ലാം പറഞ്ഞത് കേട്ടനുസരിച്ച് പോകുന്നൊരു ജീവിതം, അതായിരുന്നു എൻ്റേത്. അച്ഛൻ എന്ത് പറയുന്നു അതനുസരിക്കും. ശരിക്കും അച്ഛൻ്റെ പെറ്റ്. അത് പറയുമ്പോൾ അവൻ സ്വയം ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് മെഡിസിന് പോകാനായിരുന്നു താല്പര്യം. അച്ഛൻ ആദ്യം എതിർത്തുവെങ്കിലും ഒരുവിധം ഞാൻ സമ്മതിപ്പിച്ചെടുത്തു. പഠിച്ചതൊക്കെ CBSE സ്കൂളിലാണ്. അതുകൊണ്ട് അധികം ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോഴിക്കോടാണ് പഠിക്കാൻ കിട്ടിയത്. അങ്ങോട്ട് പോയി. അച്ഛനും അമ്മയും അന്ന് ഒത്തിരി വിഷമിച്ചിരുന്നു. കാരണം എന്നെ ഇതുവരെ കാണാതെ നിന്നിട്ടില്ല അവർ. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം മുഴുവൻ മാറാൻ തുടങ്ങിയത് എന്ന് പറയാം. നിനക്കറിയോ, ശരിക്കുള്ള സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് അവിടെ വെച്ചാണ്. അവൻ്റെ ചുണ്ടുകളിൽ ആ ഓർമ്മയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ ആ പുഞ്ചിരിയുടെ മറവിലുള്ള വേദന അവൾക്ക് എളുപ്പം മനസ്സിലായി. അവൻ ഫോൺ എടുത്ത് അതിലെ ഗ്യാലറി ഓപ്പൺ ചെയ്തു. അതിലൊരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് അത് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി നോക്കി. ശിവ, കൂടി ഒരു പെൺകുട്ടി. അതാണ് ആദ്യം കണ്ട ഫോട്ടോ. ഇരുനിറത്തിൽ നല്ല സുന്ദരിയായൊരു കുട്ടി. അവളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത പോലെ, വല്ലാതെ ആകർഷിക്കുന്നു. അവൾ അടുത്ത ഫോട്ടോ നോക്കി. അതിൽ ശിവയും ആ പെൺകുട്ടിയും കൂടെ വേറൊരു ആൺകുട്ടിയും നിൽക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ഫോട്ടോസ് മുഴുവൻ ഇവർ 3 പേരുടെയും മാത്രമായിരുന്നു. ടൂർ പോയപ്പോൾ ഉള്ളത്, ക്ലാസ് ഉള്ളപ്പോൾ എടുത്തത്, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഫോട്ടോകൾ. അവൾ എല്ലാം ഒന്ന് നോക്കി. ശിവയെ അത്രമാത്രം സന്തോഷത്തിൽ ഇന്ന് വരെ താൻ കണ്ടിട്ടില്ല എന്നവൾ ഓർത്തു. എല്ലാം കണ്ടു കഴിഞ്ഞ് അവൾ മുഖം ഉയർത്തി നോക്കിയപ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ പെൺകുട്ടി, അതാണ് പൊന്നമ്പിളി. മറ്റേത് അവളുടെ ബ്രദറാണ്. എന്ന് വെച്ചാൽ കസിൻ ബ്രദർ, ശരൺ. അവൻ പറയുന്നത് അവൾ കേട്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇരുവരുടെയും പേര് കേട്ടപ്പോൾ തന്നെ അവൾ സംശയത്തോടെ അവനെ നോക്കി. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്, ദേ ആർ ഫ്രം ട്രൈബൽ കമ്മ്യൂണിറ്റി. അവർ 2 പേരും വയനാട്ടിലുള്ള ആദിവാസി വിഭാഗത്തിൽ പെട്ടവരാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ ആകെ ഉണ്ടായിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഇതാണ്. അതും എക്സാമിന് 2 പേരും ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കും. ഞാനൊക്കെ ആദ്യം കരുതിയത് ഇവർ ട്വിൻസ് ആണെന്നാണ്. പിന്നീടാണ് കസിൻസ് ആണെന്ന് അറിയുന്നത്. അത് പറഞ്ഞ് അവനൊന്ന് നിർത്തി. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നായതുകൊണ്ട് 2 പേരും അധികം ആരോടും സംസാരിക്കില്ല. ഞാനും അങ്ങനെ അധികം ആരോടും സംസാരിക്കാത്ത ടൈപ്പായിരുന്നു. പിന്നെ ക്ലാസ്സിലെല്ലാവരും പഠിക്കാനുള്ള തിരക്കിലായിരുന്നു. ആർക്കും അങ്ങനെ സംസാരിച്ച് നടക്കാനോ ഫ്രണ്ട്സായിട്ട് നടക്കാനോ ഉള്ള സമയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ബുജി ടീംസ്. ഞങ്ങൾ ഒരേ ബെഞ്ചിലായിരുന്നു ഇരുന്നിരുന്നത്. ഞങ്ങൾ ആദ്യമൊക്കെ അധികം സംസാരിക്കില്ലായിരുന്നു. പിന്നെ സംസാരിച്ചു തുടങ്ങി. പെട്ടെന്ന് ഫ്രണ്ട്സ് ആയതല്ല, പതിയെ സമയമെടുത്ത് നന്നായി മനസ്സിലാക്കിയിട്ടാണ് കൂട്ടായത്. 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയത്. സംസാരിച്ചടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങൾ 3 പേരും ഒരേ സ്വഭാവക്കാരാണെന്ന്. പിന്നീട് എന്തിനും ഏതിനും 3 പേരും ഒരുമിച്ചാണ്. എന്ന് വെച്ച് കൂട്ടുകൂടി ഉഴപ്പി നടന്നില്ല. കൂട്ടത്തിൽ പഠിത്തവും ഉണ്ടായിരുന്നു. അങ്ങനെ 5 വർഷത്തെ പഠനം. അതിൽ ഏറ്റവും കൂടുതൽ റാങ്ക് വാങ്ങി ഞങ്ങൾ 3 പേരും പാസ്സായി. ഒപ്പം ഇണപിരിയാനാവാത്ത വിധത്തിൽ കൂട്ടുമായി. അത് കഴിഞ്ഞ് ഞാൻ ഗൈനക്ക് സ്പെഷ്യലൈസ് ചെയ്തപ്പോൾ പൊന്നു ഉണ്ണിയും പീഡിയാട്രിക്കാണ് എടുത്തത്. ആ പേര് പറഞ്ഞതും അവൾ പുരിക ഒന്ന് ചുളിച്ചു. പൊന്നു. അവളുടെ ചുണ്ടുകൾ ഒന്ന് ചലിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവളൊന്ന് ഞെട്ടി. പൊന്നുവിനെ അല്ലേ അന്ന് ദേവേട്ടൻ ആരോ കൊന്നതാണെന്ന് പറഞ്ഞത്? ആ ഓർമ്മയിൽ അവൾ ആകെ ഒന്ന് പിടഞ്ഞു പോയി. അവരെ 2 പേരെയും അങ്ങനെയാണ് വിളിക്കുന്നത്, പൊന്നു, ഉണ്ണി. അതിനിടയിൽ അവരുടെ നാട്ടിൽ അവർ 2 പേരുമാണ് ആദ്യമായിട്ട് ഡോക്ടേഴ്സ് ആവുന്നത്. അതുകൊണ്ട് അവരുടെ നാട്ടിൽ പ്രത്യേകം ഇവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഞാനും അതിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അവരെയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി തോന്നി. കളങ്കമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പൊന്നു അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ്. ഉണ്ണിക്കൊരു അനിയനുണ്ട്. അവൻ്റെ പേരും ശിവ എന്നായിരുന്നു. അവരുടെ കാര്യം പറയുമ്പോൾ അവൻ വല്ലാതെ വാചാലനാകുന്നത് അവൾ നോക്കിയിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് തന്നെ ജോലി നോക്കി. അതിനും എൻ്റെ അച്ഛൻ എതിർപ്പ് തന്നെയായിരുന്നു. കാരണം ഞാൻ പഠിച്ചു കഴിയുന്ന സമയം കൊണ്ട് തന്നെ അച്ഛൻ ഇവിടെ ഒരു ഹോസ്പിറ്റൽ എന്നെക്കൊണ്ട് നടത്താൻ വേണ്ടി പണി തുടങ്ങി. പക്ഷേ ഞാൻ കോഴിക്കോട് തന്നെ നിന്നു. കാരണം പൊന്നുവിനും ഉണ്ണിക്കും അവിടെ തന്നെയാണ് ജോലി കിട്ടിയത്. പക്ഷേ 3 പേർക്കും 3 ഹോസ്പിറ്റലിലായിരുന്നു ജോലി. ഞാനും ഉണ്ണിയും ഒരു ചെറിയ റൂം എടുത്തു. പൊന്നു ഒരു ഹോസ്റ്റലിലുമായിരുന്നു. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കറങ്ങാൻ പോകും. എന്ന് വെച്ച് മുഴുവൻ അടിച്ചു പൊളിച്ചുള്ള ജീവിതമൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പൈസ എങ്ങനെ സേവ് ചെയ്യാമെന്ന് ഞാൻ പഠിച്ചത് അവരിൽ നിന്നാണ്. അങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ച ക്യാഷാണ് ഇപ്പോൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം. അങ്ങനെ ഒരു ദിവസമാണ് ഉണ്ണി പെട്ടെന്ന് അവൻ്റെ അച്ഛന് വയ്യാതെയായി വീട്ടിലേക്ക് പോയത്.
സാധാരണ പൊന്നും ഉണ്ണിയും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോകുക. ഈ തവണ അവൾ തനിച്ചായി. ആ സമയം ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമായിരുന്നു. ഞാനും പോരാൻ നിൽക്കുന്നു. ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ അവൾ കോഴിക്കോട് ഒറ്റയ്ക്കാകും. അവളോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവിടെ റോഡ് എന്തോ ബ്ലോക്കായിട്ട് അവളുടെ നാട്ടിലേക്ക് വണ്ടി പോകുന്നില്ലായിരുന്നു. അവളോട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ചോദിക്കേണ്ട താമസം. അവൾ റെഡി. വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ആദ്യം അവളെ എതിർത്തുവെങ്കിലും പിന്നീട് സമ്മതിച്ചു. ഉണ്ണിയെയും വിളിച്ച് കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് തിരിച്ചു. അവൻ്റെ ഓർമ്മകൾ അന്നത്തെ ദിവസങ്ങളിലേക്ക് പോയി. കാറിലാണ് വരുന്നത്. നിന്റെ വീട്ടിൽ എനിക്ക് കിടക്കാൻ റൂമുണ്ടാകുമോ ശിവ? ആ, എൻ്റെ വീട്ടിൽ റൂം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ നിന്റെ മുറി കിടക്കും. നിന്നെ അടിച്ച് പുറത്താക്കും ഞാൻ. പിന്നെ ഓരോന്നും പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഇടയിലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് ഇരുവരും യാത്ര തുടർന്നത്. വീടിന് മുന്നിലെത്തി വണ്ടി നിർത്തും മുന്നേ അവൻ അവളെയൊന്ന് നോക്കി. എൻ്റെ അച്ഛൻ ചിലപ്പോൾ ഇച്ചിരി പ്രശ്നമായിരിക്കും. ബാക്കി അമ്മ, മുത്തശ്ശി, ചെറിയച്ഛൻ, ചെറിയമ്മ എല്ലാവരും പാവമാണ്. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്നിറങ്ങി. മുന്നിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. ഇത്ര വലിയ വീടോ? യെസ്, എൻ്റെ ഡാഡി റിച്ചാണെന്നറിയാലോ. അതിന് അവൻ അവളോട് കളിയായി പറഞ്ഞു. ഇരുവരും അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ പുറത്തേക്കിറങ്ങി വന്നിരുന്നു. അവനെ കണ്ട് ആ മുഖം വിടർന്നുവെങ്കിലും കൂടെ നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും അയാളുടെ മുഖം ഇരുണ്ടു. ആരാ ഇത്? ഗൗരവത്തോടെ അയാൾ ചോദിച്ചതും പൊന്നു ശിവയെ നോക്കി. ഇതെൻ്റെ കൂടെ പഠിച്ചതാണ് പൊന്നു. ഉത്സവം കൂടാൻ വന്നതാണ്. കനത്തിലൊന്ന് മൂളിക്കൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. അകത്തേക്ക് പോയി അമ്മയെയും മുത്തശ്ശിയെയും എല്ലാവരെയും അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. മോളിനി ഉത്സവമൊക്കെ കഴിഞ്ഞു പോയാൽ മതി കേട്ടോ. മുത്തശ്ശി പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അവൾക്കായി ഒരു മുറിയൊക്കെ ഒരുക്കി കൊടുത്തു. വൈകുന്നേരം ആയപ്പോൾ ശിവയും പൊന്നുവും കൂടെ നടക്കാനിറങ്ങി. ഉത്സവമാണ്. അപ്പോൾ അടുത്തുള്ള പറമ്പിൽ ആനയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് പാട ഒഴിച്ച കണ്ടത്തിൽ ഒക്കെ പോയി അവിടെ മുഴുവൻ കറങ്ങി ഇരുവരും വൈകിട്ടായപ്പോൾ തിരിച്ചെത്തിയപ്പോൾ വീടിന് മുന്നിൽ ഒരു ടാക്സി നിർത്തിയിട്ടിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നുള്ള ലഗേജൊക്കെ അതിൻ്റെ ഡ്രൈവർ ഇറക്കി വെക്കുന്നുണ്ട്. ആരാണെന്ന് സംശയത്തോടെ മുന്നിലേക്ക് നടന്നതും ആരോ പാഞ്ഞു വന്ന് ശിവയെ കെട്ടിപ്പിടിച്ചു. ഇഷ, നീ ഇപ്പോൾ എത്തി? അവളെ കണ്ടതും അവൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ദാ വന്നതേ ഉള്ളൂ. നീ എപ്പോൾ എത്തി? ഞാൻ രാവിലെ എത്തി. നിനക്ക് യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, സുഖമായിരുന്നു. പൊന്നു, ഇത് ഇഷ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ്. ഇഷ അതിന് അത്ര തെളിച്ചില്ലാതെ പൊന്നുവിനെ നോക്കി പുഞ്ചിരിച്ചു. പൊന്നുവിന് അത് എളുപ്പം മനസ്സിലാവുകയും ചെയ്തു. എല്ലാവരും ചേർന്ന് അകത്തേക്ക് കയറി. സതീശൻ അങ്കിൾ വന്നില്ലേ നിന്റെ കൂടെ? അച്ഛൻ 3-4 ദിവസം കഴിയും വരാൻ. അല്പം സംസാരിച്ചു കഴിഞ്ഞ് എല്ലാവരും അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങി. ഇഷാനി നല്ല സുന്ദരിയാണ്. പക്ഷേ അവൾക്കല്പം മോഡേൺ വസ്ത്രങ്ങളാണ്. ഒരു ജീൻസും ടോപ്പും ഇട്ട് അവൾ ഒരുങ്ങിയിറങ്ങി. എന്നാൽ പട്ടുപാവാടയൊക്കെ ഉടുത്ത് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിറങ്ങിയ പൊന്നുവിനെ കണ്ടതും ഇഷയ്ക്ക് ചെറിയ രീതിയിൽ അസൂയ തോന്നിയിരുന്നു. കൂടാതെ എല്ലാവരും അവളെ ഭംഗിയുണ്ടെന്ന് പറയുന്നതും അവൾക്ക് സഹിച്ചില്ല. ആ സമയത്താണ് ശിവ അങ്ങോട്ട് വന്നത്. അവൻ്റെ കണ്ണുകൾ ആദ്യം വന്നു നിന്നത് പൊന്നുവിൻ്റെ നേർക്കാണ്. സുന്ദരിയായല്ലോ എന്ന് അവളോടായിട്ട് പറഞ്ഞ് ശിവ വന്ന് പൊന്നുവിൻ്റെ തോളിലൂടെ കൈയിട്ട് നിന്നു. അതുതന്നെയാണ് ശിവൂട്ടാ ഞങ്ങളും പറയുന്നത്. മോളെ കാണാൻ നല്ല സുന്ദരിയായി. ശിവയുടെ അമ്മയും അത് പറഞ്ഞതും ഇഷയുടെ മുഖം ദേഷ്യം കൊണ്ടൊന്ന് മുറുകി. എല്ലാവരും അവളെ മാത്രം ശ്രദ്ധിക്കുന്നു, തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന കോംപ്ലക്സ് അവൾക്കുണ്ടാവാൻ തുടങ്ങി. കൂടാതെ ശിവ അവളെ മാത്രം വല്ലാതെ കെയർ ചെയ്യുന്നത് പോലെ. ഇഷയ്ക്ക് ആകെ കൂടെ കണ്ടതും ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. അവനിലേക്ക് ചേർന്ന് നിൽക്കുന്ന പൊന്നുവിനെ അവൾ ഒരുതരം പകയോടെ നോക്കി. ശിവ തൻ്റേത് മാത്രമാണെന്നൊരു ചിന്ത അവളുടെ മനസ്സാകെ ഭ്രാന്തമായി പിടികൂടി. ഇനിയും അങ്ങനെ അവരെ നോക്കി അവിടെ നിന്നാൽ താൻ അവളെ എന്തെങ്കിലും ചെയ്തു പോകും എന്ന ചിന്തയിൽ അവൾ നേരെ പുറത്തേക്കിറങ്ങി. അവൾ അങ്ങനെ പോകുന്നത് കണ്ടതും എല്ലാവരും അവളെ നോക്കിയെങ്കിലും പിന്നീട് അത് കാര്യമാക്കാതെ എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങി. അമ്മ, മുത്തശ്ശി, ചെറിയമ്മ, പൊന്നു, ശിവ എല്ലാവരും കൂടെ ചേർന്നാണ് ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് വന്നത്. അച്ഛനും ചെറിയച്ഛനും പുറത്തേക്ക് പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. അമ്പലത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരരികിലായി നിന്ന് ഫോണിൽ തോണ്ടി നിൽക്കുന്ന ഇഷയെ എല്ലാവരും കണ്ടിരുന്നു. അവരെ കണ്ടതും ഇഷയും വന്ന് അവരുടെ കൂടെ നിന്നു. എങ്കിലും അവളുടെ ശ്രദ്ധ ഫോണിൽ തന്നെയായിരുന്നു. അല്ലെങ്കിലും ഇഷയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. അവൾക്കെല്ലാം മോഡേൺ ആയിട്ട് ചിന്തിക്കാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഈ നാടൊന്നും അവൾക്കത്ര ഇഷ്ടവുമല്ല. എല്ലാവരും പൂരവും ചെണ്ടമേളത്തിൻ്റെ താളവും ആസ്വദിക്കുന്ന തിരക്കിലാണ്. നിനക്കൊന്നും വേണ്ടേ പൊന്നു? വേണം, നീ വാങ്ങിത്തരണം. പൊന്നു പറഞ്ഞതും ശിവ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി സമ്മതം പറഞ്ഞു. എന്നാൽ ഇവരുടെ ഈ സംസാരമെല്ലാം കണ്ട് ഇഷയിൽ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. ശിവയും പൊന്നുവും കൂടെ കടകളിലൊക്കെ കയറി. ഒരുപാട് സാധനങ്ങളൊക്കെ അവൻ അവൾക്കായി വാങ്ങിക്കൊടുത്തു. ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ കൂടെ അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നു.
എന്നാൽ ഈ സമയമൊക്കെ പകയെരിയുന്ന കണ്ണുകളോടെ ഇഷ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇല്ല പൊന്നമ്പിളി, ശിവ എൻ്റേത് മാത്രമാണ്. അവനിലേക്ക് എനിക്ക് എടുക്കാനുള്ള തടസ്സം നീയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഒരുതരം പുലമ്പലോടെ ഇഷാനി പറഞ്ഞുകൊണ്ടിരുന്നു. ഉത്സവം എല്ലാം കഴിഞ്ഞ് രാത്രി ഒരുപാട് വൈകിയാണ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് എത്തിയത്. എത്തിയ ഉടനെ തന്നെ എല്ലാവരും ക്ഷീണം കാരണം ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ മോഹൻ ആകെ ദേഷ്യത്തിലാണ്. ശിവ എഴുന്നേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അയാൾ. എല്ലാവരും വന്ന് അയാളോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ദേഷ്യത്തോടെയുള്ള നോട്ടമായിരുന്നു എല്ലാവർക്കും അയാളിൽ നിന്നും മറുപടിയായി ലഭിച്ചിരുന്നത്. ശിവ ഫ്രഷായി പുറത്തേക്ക് വന്നതും എല്ലാവരും തന്നെ കാത്തുന്നത് പോലെ നിൽക്കുകയാണ്. അവനാണെങ്കിൽ കാര്യം എന്താണെന്നറിയാതെ എല്ലാവരെയും അന്തിച്ചു നോക്കുന്നുണ്ട്. ഉറക്കം കഴിഞ്ഞോ? അവനെ കണ്ടതും ഗൗരവത്തോടെയുള്ള മോഹൻ്റെ ചോദ്യം എത്തി. എനിക്കല്പം സംസാരിക്കാനുണ്ട്, എൻ്റെ കൂടെ വരണം. അവൻ അതിനും ഗൗരവത്തോടെ ഒന്ന് മൂളി. ഈ നാളുകൾ കൊണ്ട് തന്നെ അച്ഛനും മകനും ഇടയിൽ വല്ലാത്തൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ട്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.